ഹലോ, വെൽക്കം ടു മാത്തസിസ് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി മുന്നോട്ട് കൊണ്ടുപോകാം അല്ലേ, ഒന്നുകിൽ അല്ലെങ്കിൽ എക്സ്പാൻഷനിലൂടെ തുടരാം എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പാൻഷനിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താ കുഴപ്പം, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇവിടെ ഒന്നും കൂടെ ബെറ്റർ പാർഷ്യൽ ഫ്രാക്ഷനാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലാസ്റ്റ് രണ്ട് ഇൻഫിനിറ്റ് സീരീസാണത്. രണ്ട് ഇൻഫിനിറ്റ് സീരീസ് ഗുണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു അത്ര വലിയ കോംപ്ലിക്കേഷൻ അല്ലെങ്കിലും എന്നാലും കുറച്ചൊരു പണിയുണ്ട് അവിടെ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ആദ്യം തന്നെ കുറച്ചൊരു ചെറിയൊരു വർക്ക് എടുത്തു കഴിഞ്ഞാലും ഇതാണ് സ്മൂത്തായിട്ട് എൻഡ് ചെയ്യാം. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്താൽ മതി. കാരണം ഈ ഡിനോമിനേറ്ററിനെ ഒരു സ്ഥലത്ത് ഇയാളെ വേറൊരു സ്ഥലത്ത് വയ്ക്കിയാൽ മതി. അതിനെന്ത് ചെയ്താൽ മതി, എ ബൈ ഫസ്റ്റ് പ്ലസ് ബി ബൈ സെക്കൻഡ്, ഇത്രയേ ഉള്ളൂ പണി. കണ്ടോ, ദർഫോർ 1 ഈക്വൽ ടു, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ z-1 ഇൻറ്റു z-2, ഇതുകൊണ്ട് രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ലെഫ്റ്റ് സൈഡായിട്ട് നിങ്ങൾ ഈ 1 ഇതെടുത്താൽ മതി. 1 z-1 z-2 അതാണ് ലെഫ്റ്റ് സൈഡ്, ഈക്വൽ ടു റൈറ്റ് സൈഡ് a ബൈ z-1 പ്ലസ് b ബൈ z-2. അപ്പോൾ നിങ്ങൾ രണ്ട് ഭാഗത്തും ഈ ലെഫ്റ്റിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 1 ആവും. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്റർ മാത്രമാക്കിയിട്ട് റീറ്റേൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിനോമിനേറ്റർ കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1 ആവും. ദാറ്റ് ഈക്വൽസ് റൈറ്റിൽ എന്താ സംഭവിക്കുക, ഒരു z-1 ഒരു z-1 കട്ടായി പോവും. ബാക്കി ആരുണ്ടാവും, a ഇൻറ്റു z-2, കറക്റ്റ് അല്ലേ? പ്ലസ് സെക്കൻഡ് ടേമിലോ b ഇൻറ്റു z-2 കട്ടായി പോവും, കൂടെ z-1, ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലൊക്കെ അപ്ലൈ കൊടുത്താൽ മതി. എ ബൈ ഫസ്റ്റ് പ്ലസ് ബി ബൈ സെക്കൻഡ് നോക്കുക. ശേഷം ലെഫ്റ്റിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് രണ്ട് ഭാഗത്തും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റിൽ ന്യൂമറേറ്റർ മാത്രമാവും. ഇവിടെ 1 ആണെങ്കിൽ 1 എന്താ വെച്ചാൽ റൈറ്റിൽ z-1 വെട്ടിപ്പോവും, ബാക്കി എൻ്റെ കൂടെ z-2. അതേപോലെ ബീൻ്റെ ചുവടുള്ള z-2 വെട്ടിപ്പോവും, ബാക്കി ബീൻ്റെ കൂടെ z-1. ഇനി നമ്മളെ അടുത്ത ലക്ഷ്യം എയും ബിയും കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആദ്യം ഇവിടുന്ന് എനെ ഒഴിവാക്കുക ഈക്വേഷൻ 1, എന്നിട്ട് ബിയുടെ വാല്യൂ കാണാം. അല്ലെങ്കിൽ ബീനെ ആദ്യം ഒഴിവാക്കുക, എന്നിട്ട് എയുടെ വാല്യൂ കാണാം. അതിനെന്ത് ചെയ്താൽ മതി, ഇപ്പോൾ സപ്പോസ് നമുക്ക് ആദ്യം ബീനെയാണ് കളയേണ്ടതെന്ന് കരുതാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, പുട്ട് z is equal to 1 in equation 1. So what happens, 1 equal to, ലെഫ്റ്റിലെ സൈഡിലല്ലോ, റൈറ്റിൽ എന്താ സംഭവിക്കുക, a ഇൻറ്റു 1 മൈനസ് 2. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാരണം എന്താണ്, ബീൻ്റെ കൂടെ 1 മൈനസ് 1 വരും, 0 ആവും. അത് പോകാനാണ് നമ്മൾ ഈ z-ന് 1 കൊടുക്കുന്നത്. ദിസ് ഇംപ്ലൈസ് 1 is equal to a ഇൻറ്റു 1 മൈനസ് 2 മൈനസ് 1 ആണ് അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എ. അപ്പോൾ 1 is equal to മൈനസ് എ ആണെങ്കിൽ a is equal to what, -1. അപ്പോൾ എയുടെ വാല്യൂ നമുക്കിപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് സിംപ്ലി -1. ഇനി അടുത്തത് ബിയുടെ വാല്യൂ കാണാൻ. ഇപ്പോൾ നമ്മൾ എ കാണാൻ വേണ്ടി ബീനെയാണ് എലിമിനേറ്റ് ചെയ്തത് അല്ലേ. അതേപോലെ ബി കാണാൻ എയിൽ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എനെ കളയാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതേ ഇക്വേഷൻ 1ൻ്റെ അകത്ത് z-2 കൊടുത്താൽ മതി അല്ലേ. സോ പുട്ട് z ഈക്വൽ ടു 2 ഇൻ ഇക്വേഷൻ 1. എന്താ സംഭവിക്കുക, 1 is equal to, ഇവിടെ കൊടുക്കണ്ട, എ 0 ആയി പോവും. ബിയുടെ കൂടെ ബി ഇൻറ്റു z-2 ആണ്, 2 മൈനസ് 1. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ബി ഇൻറ്റു 1 വിച്ച് ഇംപ്ലൈസ് ബി ഈക്വൽ ടു 1. അപ്പോൾ എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 1. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ തുടങ്ങിയ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം, ഈ എഫ് ഓഫ് സെറ്റിലേക്ക് തിരിച്ചു വരാം. ദെയർഫോർ എഫ് ഓഫ് z ഈക്വൽ ടു, എഫ് ഓഫ് സെറ്റ് നമ്മൾ എന്താ എഴുതിയത്, 1 ബൈ z-1 ഇൻറ്റു z-2 ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ, എ മീൻസ് -1 അല്ല, എ ബൈ z-1 ദാറ്റ് ഈസ് -1 ബൈ z-1 പ്ലസ് ബി 1 ബൈ z-2. ഇതാണ് നമ്മളെ പാർഷ്യൽ ഫ്രാക്ഷൻ വരുന്നത്. കണ്ടോ, ഇതുകൊണ്ട് ഇപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z-1 ഒരു ഭാഗത്തും z-2 വേറൊരു ഭാഗത്തും. അപ്പോൾ ഒരിക്കലും മൾട്ടിപ്ലിക്കേഷൻ വരില്ല അവിടെ. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദെയർഫോർ ഇനി നമ്മളെ എക്സ്പാൻഷനിലേക്ക് കടക്കാം. എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേ,
ഫസ്റ്റ് ടേം വരുന്നത് -1/z-1 ആണ്. അടുത്ത ടേം വരുന്നത് 1/z-2 ആണ്. ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് ആൻസർ കിട്ടേണ്ടത് സെഡിൻ്റെ ടേമിലുള്ള ഒരു സീരീസ് എക്സ്പാൻഷനാണ് അല്ലേ. സെഡിൻ്റെ പോസിറ്റീവ് പവർ നെഗറ്റീവ് പവറൊക്കെ വരാം, ലോറൻസ് സീരീസ് ആണല്ലോ. എന്തായാലും അതിൻ്റെ ടേമിലുള്ളൊരു ആൻസർ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ വരുന്നത് z-1 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്തായാലും ഇവിടെ നമുക്ക് ഈ ഒരു പാറ്റേൺ കണ്ടാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഒന്നുകിൽ 1 + z⁻1 അല്ലെങ്കിൽ 1 - z⁻1 എന്നുള്ള ഫോർമുല ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ്, അതായത് 1 ആദ്യം വരണം, z ടേം സെക്കൻഡ് വരണം അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ടേമിൻ്റെ അവസ്ഥ എന്താണ്? ഫസ്റ്റ് ടേമിൻ്റെ അവസ്ഥ ഇവിടെ നമ്മൾ z-1 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സെഡിനെ പുറത്തെടുക്കണോ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആവും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിനൊരു കാര്യം ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ റീജിയൻ ഓഫ് കൺവെർജൻസ് എന്താണ് തന്നിട്ടുള്ളത്? mod z > 2 എന്നായിരുന്നു. നമ്മളതിനെ മാറ്റി 2/mod z <1 ആക്കി. അപ്പോൾ അതായത് സെഡ് താഴെ വരുന്നത് അല്ലേ. സെഡ് താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡിനാണ് പുറത്തെടുക്കേണ്ടത്. അറിയാലോ, പുറത്തെടുത്താലേ z വരുള്ളൂ. കാരണം ഇവിടെ നമ്മൾ കൊണ്ടുവരുത്തേണ്ട ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് സെഡ് താഴെയാണ് വരേണ്ടത്. ഓക്കെ അല്ലേ, സെഡ് താഴെയാണ് വരേണ്ടത്. അപ്പോൾ സെഡ് താഴെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡിനെ പുറത്തേക്ക് എടുക്കണം. ഓക്കെ അല്ലേ, സെഡിനെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്നും സെഡിനെ പുറത്തേക്ക് എടുത്താൽ ഇറ്റ് ഈസ് 1 - 1/z. അപ്പോളേ 1/z ഫോം വരുള്ളൂ. കാരണം ഈ റീജിയൻ അനുസരിച്ചാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കണ്ടോ, z എന്നാണ് വരുന്നത്. നേരെ മറിച്ച് സെഡ് മുകളിലാണെങ്കിൽ നമ്മൾ കോൺസ്റ്റൻ്റ് പുറത്തെടുത്താൽ മതി. ക്ലിയർ? പ്ലസ് ഇതേപോലെ സെക്കൻഡ് ടേമിലും നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ടേക്ക് z ഔട്ട്സൈഡ്. സോ ഹിയർ 1 - 2/z. ശരിയല്ലേ? ദാറ്റ് ഈക്വൽ ടു, ഇനി ഫസ്റ്റ് ടേമിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ സെഡ് അവിടെ നിർത്തുക. 1 - 1/z മുകളിലേക്ക് കൊണ്ടുപോവുക. കാരണം സെഡ് താഴെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സെഡിനെ പുറത്തെടുത്തത് കേട്ടോ. (-1 + 1/z × 1 - 2/z (1). ഈ കേസ് ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. ഇത് ടഫാണെന്ന് ഒരിക്കലും കരുതരുത് നിങ്ങൾ. അപ്പോൾ നമ്മൾ ഈ റീജിയൻ ഓഫ് കൺവെർജൻസിനനുസരിച്ചാണ് നമ്മൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. കണ്ടോ, ഇവിടെ 2/z <1 എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സെഡ് പുറത്തെടുത്തത്. കാരണം സെഡ് പുറത്തെടുത്താലേ z വരുള്ളൂ. അപ്പോൾ ഇതിലെ ഈ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് കേസ് കണ്ടോ, ഫസ്റ്റ് കേസ് സെഡ് മുകളിലാണ് അല്ലേ, ന്യൂമറേറ്ററിലാണ്. കാരണം mod z-1 <1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z-1 മുകളിലാണ്. അപ്പോൾ z-1 മുകളിൽ വരേണ്ടതിനാലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തത്. ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയതുകൊണ്ട് നമുക്ക് അതിന് പുറത്തെടുക്കേണ്ടി വന്നില്ല. സപ്പോസ് ഇവിടെ 2 ആയിരുന്നെങ്കിൽ നമ്മൾ 2നെ പുറത്തെടുത്തിട്ട് 1 - z-1 / 2 എന്നാക്കിയേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കണ്ടോ ഈ ഓർഡറിൽ കൊണ്ടുപോയിട്ട് (1 - z-1 > ആക്കിയെടുത്ത് എക്സ്പാൻഡ് ചെയ്തത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? പക്ഷേ ഈ കേസിൽ എന്താണ്? സെക്കൻഡ് കേസിൽ z <1 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ z ടേം താഴെ വരണമെന്നുണ്ടെങ്കിൽ കണ്ടോ, റെസിപ്രോക്കൽ ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡിനെ പുറത്തെടുത്തേ പറ്റൂ. അപ്പോഴല്ലേ z വരുള്ളൂ. അല്ലെങ്കിൽ z/ എന്നല്ലേ വരിക, z/1, z/2, z/3 എന്നാണ് വരിക. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അത്രയേ ഉള്ളൂ. ദാറ്റ് ഈക്വൽസ് -1/z നമ്മൾ പുറത്തെടുത്തു, ബ്രാക്കറ്റ് 1 + ഇത് 1 - z⁻1 അല്ലേ. അപ്പോൾ 1 + z + z² + z³ + എറ്റ്സെട്രാ പ്ലസ് 1/z ഇൻറ്റു സെക്കൻഡ് ടൈം ഇതേപോലെ എക്സ്പാൻഡ് ചെയ്താൽ 1 + z + z² + z³ + etc. that equal to -1/z into 1 + 1/z + 1/z² + 1/z³ etc. plus 1/z into bracket 1 plus 2/z plus 2 square means 4. അങ്ങനെ എഴുതിയാലും മതി. 4/z² plus 2³ 8. 8/z³ plus etc. ഇത്ര മതി.
ഓക്കെ അല്ലേ? ഇനി 1/z കൊണ്ട് ഉള്ളിലേക്ക് ഗുണിച്ചിട്ട് സീരീസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അട്ട് എടുത്താൽ മതി. ഓക്കെ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ പോർഷൻ വരുമ്പോൾ അവിടെ ചെയ്ത് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അഡീഷൻ ഒന്നും അവിടെ ചെയ്തിട്ടില്ലെന്ന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മളെ സെക്കൻഡ് കേസ് അനുസരിച്ച് സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി തേർഡ് കേസ്, ഒരു കേസും കൂടെ ഉണ്ടല്ലേ ക്വസ്റ്റ്യൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നല്ലേ, ഇതൊരു ശ്രദ്ധിക്കേണ്ട കേസാട്ടോ. ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതുപോലെ. അതായത് ഇവിടെ ഒരേ സമയം ലെസ് ദാനും, നമ്മൾ ഒന്നുകിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ. ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒരുമിച്ച് വരുന്നുണ്ട്. ലൈക്ക് 1 ലെസ് ദാൻ മോഡ് സെറ്റ് ആൻഡ് മോഡ് സെറ്റ് ലെസ് ദാൻ 2. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓപ്പൺ അൺലെസ് റീജിയൻ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് 1 ലെസ് ദാൻ മോഡ് സെറ്റ് ഇംപ്ലൈസ്, ഇത് നമുക്കറിയുന്നൊരു കേസാണ്. 1 ലെസ് ദാൻ മോഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ലെസ് ദാൻ 1 എന്നുള്ള ഫോമിലേക്കാണ് നമ്മൾ ഈ റീജിയനെ മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ ആരെ എങ്ങോട്ട് കൊണ്ടുപോകണം? ഇതിപ്പോൾ ശരിയായിട്ടുള്ള ഫോമല്ലല്ലോ. ഇത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. നമുക്ക് ലെസ് ദാൻ 1 എന്നുള്ള ഫോമിൽ വരണം. വാ തുറന്ന ഭാഗത്തേക്ക് 1 വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതാണോ ടേം 1 അല്ലാതെ വരുന്നത് അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടേ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 മോഡ് സെറ്റ് ലെസ് ദാൻ 1 നമ്മൾ പറയാറുള്ള കേസാണത്. ഇനി അടുത്ത ആൾ, ഇത് മോഡ് സെറ്റ് ലെസ് ദാൻ 2 എന്നാണ്. ഇത് നമുക്കറിയാം ഇവിടെ എന്താ സംഭവിക്കേണ്ടതെന്നുള്ളത് അല്ലേ. ലെസ് ദാൻ 1 ആണ് വരേണ്ടത്. അപ്പോൾ ലെസ് ദാൻ 2 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ 1 വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 1 അല്ലാത്ത ഏത് ടേം ആയാലും അതിനെ ഇങ്ങോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് മോഡ് z/2 ലെസ് ദാൻ 1. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇങ്ങനെ വരുമ്പോഴുള്ള ഈ റീജിയൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇനി നമ്മുടെ ഫംഗ്ഷനിലേക്ക് വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെഡ് ടേമിലാണ് എക്സ്പാൻഷൻ വരുന്നത് അല്ലേ. ഇവിടെ താഴെയും സെഡ് വരുന്നുണ്ട്, മുകളിലും സെഡ് വരുന്നുണ്ട്. മറ്റിടത്തൊക്കെ ഒന്നുകിൽ താഴെ സെഡ് അല്ലെങ്കിൽ മുകളിൽ സെഡ് എന്നായിരുന്നു. ഈ റീജിയനിൽ അറ്റ് എ ടൈം താഴെയും സെഡ് മുകളിലും സെറ്റ്. കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു ഭാഗമാണ്, ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ആസ് യൂഷ്വൽ എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് 1/z-1 ഇൻറ്റു z-2 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ രണ്ട് ഭാഗത്തും സെറ്റിലുള്ള എക്സ്പാൻഷൻ കൊണ്ടുവരണം. അങ്ങനെ ഈ ഒരു പ്രസൻറ്റ് കണ്ടീഷനിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കേസിൽ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തത് അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ വീണ്ടും പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ചെയ്ത ഈ ഒരു സ്റ്റെപ്പിലേക്ക് കൊണ്ട് വന്നാൽ മതി. നിങ്ങൾ ഇനി അവിടെ വീണ്ടും a/b ഇതൊന്നും വേണ്ട, അത് നമ്മൾ ഓൾറെഡി കണ്ടു വെച്ചതാണത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? -1/z-1 മൈനസ് 1/z-1 പ്ലസ് 1/z-2 നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ. അപ്പോൾ അവിടെ എഴുതി വെച്ചാൽ മതി. യെസ്. ഇനി നമ്മളെ എക്സ്പാൻഷനിലേക്ക് കിടക്കാം. Therefore f z is equal to, ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഡൗട്ടാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ സെഡ് പുറത്തെടുക്കണം, കാരണം ബൈ സെഡ് വരുന്നുണ്ടെങ്കിൽ അവിടെ സെഡ് പുറത്തെടുക്കണം, അല്ലാത്ത സ്ഥലത്ത് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കണം. പക്ഷേ ഇവിടെ അറ്റ് എ ടൈം സെഡ് മുകളിലും സെഡ് താഴെയും വരുന്നുണ്ടല്ലോ. ഇവിടെ ഫസ്റ്റ് കേസിൽ, അതായത് ഈ തേർഡ് റീജിയൻ്റെ കേസിൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ബൈ സെഡാണ് അവിടെ കൊണ്ടുവന്നത്. രണ്ടാമത്തെ പ്രാവശ്യം സെഡ് മുകളിലാണ്. അപ്പോൾ എവിടെയാണ് സെഡ് താഴെ വരുന്നത്, എവിടെയാണ് സെഡ് മുകളിൽ വരുന്നത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അതിന് നിങ്ങൾ ഈ സ്പ്ലിറ്റ് ചെയ്ത റീജിയനിലേക്ക് തന്നെ വന്നാൽ മതി. 1/mod z ആണ് ലെസ് ദാൻ 1 വരുന്നത്, കണ്ടോ. അടുത്തത് z/2 ആണ് ലെസ് ദാൻ 1 വരുന്നത്, അതായത് മോഡ് z/2. z/2 ലെസ് ദാൻ 1 ആണ് ഈ കേസ് അനുസരിച്ച് വരുന്നത്. ഇവിടെ 1/z ആണ് ഈ കേസ് അനുസരിച്ച് ലെസ് ദാൻ 1 വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം നിങ്ങൾ. സപ്പോസ് ഇവിടെ നിങ്ങൾ z ആണ് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ വരിക? 1 - 1/z ആണ് വരിക. കറക്റ്റ് അല്ലേ? 1 - 1/z ആണ് വരിക. അപ്പോൾ എപ്പോഴും കണ്ടോ, ഈ ഒരു കണ്ടീഷനോടെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഏത് കണ്ടീഷൻ? ലെസ് ദാൻ 1. കാരണം ഈ ലെസ് ദാൻ 1 വരുമ്പോഴാണ് ഇത് ഈ സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ആവുക. ഓക്കെ അല്ല, അത് കൺവേർജ് ചെയ്യാന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ 1 നമ്മൾ ഈ ലെസ് ദാൻ 1 ആക്കുന്നതിൻ്റെ ഒക്കെ കാര്യം അതാണ്. അപ്പോൾ ഈ ലെസ് ദാൻ 1 വരുന്നത് ഒന്നുകിൽ 1/z വരുമ്പോൾ അല്ലെങ്കിൽ z/2 വരുമ്പോഴാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 1/z വരികയോ അല്ലെങ്കിൽ z/2 വരികയോ വന്നാൽ കുഴപ്പമില്ല, ലെസ് ദാൻ 1 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ z പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1/z വരും.
അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തെടുക്കേണ്ടത് ആരെയാണ്? സെറ്റിനെയാണ് ഫസ്റ്റ് കേസിൽ. ഇനി രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ ഒരാൾക്ക് കൺഫ്യൂഷനായി, ഇവിടെ എന്താ സെറ്റ് പുറത്തെടുത്താൽ കുഴപ്പമെന്ന്. അപ്പോൾ സെറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 - 2/z എന്ന് വരിക. കണ്ടോ, 2/z എന്ന് വരിക. നമ്മളെ ഇതിൽ ആരില്ല, 2/z <1 എന്നില്ല. ഇനി ഇല്ലങ്ങ വേണ്ട, നിങ്ങൾ നോക്കുക ഈ ഇങ്ങനൊരു കണ്ടീഷൻ അവിടെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കിയാൽ മതി. നമുക്കവിടെ <1 എന്ന്, അതായത് 2/z <1 എന്ന് വന്നാൽ മതി. അത് ഓക്കെയാണ്, നിങ്ങൾ ചെയ്തത് കറക്റ്റാണ്. ഇവിടെ Z വരുന്നത് ഈ ഫസ്റ്റ് സ്ഥലത്താണ്, ഇവിടെ മാത്രമാണ് അല്ലേ, മറ്റൊടുത്ത് Z മുകളിലാണ്. അപ്പോൾ ഈ കണ്ടീഷനിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഈ സാധനത്തിന് ലെഫ്റ്റിൽ. അപ്പോൾ 2/mod z <. ഇവിടെ നമ്മളിപ്പോൾ സാധാരണ സമം വരുന്ന പോലെ അതിന് നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയും, ഇതിനെ ഇനീക്വാളിറ്റി എന്ന് പറയും. ഇക്വേഷനിൽ പോലെ തന്നെയാണ് ഇനീക്വാളിറ്റിയിലും ചില റൂൾസൊക്കെ ഓക്കെ അല്ലേ, ചില സ്ഥലങ്ങളിൽ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്താൽ അതേപോലെ റൈറ്റിലും ആഡ് ചെയ്യുക, ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ അതേപോലെ റൈറ്റിലും ഡിവൈഡ് ചെയ്യുക, ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തേപോലെ റൈറ്റിലും സബ്ട്രാക്ട് ചെയ്യുക, പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ലെഫ്റ്റിനെ, അതേപോലെ ഞാൻ റൈറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2/z <2 എന്ന് വരും. കണ്ടോ, അങ്ങനെ വരരുത്, <1 തന്നെ വരണം. <2 ആണിച്ചിട്ട് അത് <1 ആവണമെന്നില്ലല്ലോ. 1.5 വരാം, 1.75 വരാം, അത് കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഈ ഭാഗത്ത് നിങ്ങൾ സെറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ 1 - 2/z വരും എക്സ്പാൻഷൻ മുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ (2/z) (2/z² എന്നാണ് വരിക. അപ്പോൾ 2/z വന്നാൽ എന്താ കുഴപ്പം? 2/z നമ്മൾ നോക്കുമ്പോൾ അത് <1 എന്നുള്ള ഫോമിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് എക്സ്പാൻഷൻ വാലിഡ് ആവില്ല. അപ്പോൾ അവിടെ സെഡ് അല്ല പുറത്തെടുക്കേണ്ടത്. ഇനി നമ്മൾ 2നെ പുറത്തെടുത്താലോ നോക്കിയാൽ മതി. അപ്പോൾ Z/2 എന്ന് വരും. കണ്ടോ, Z/2 കറക്റ്റാണ്, <1. ഇതിങ്ങനെ നോക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരാൾ കൺഫ്യൂഷനായിട്ട് ഇവിടെ എന്താണോ പുറത്തെടുക്കേണ്ടത് അതാണോ പുറത്തെടുക്കേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ എടുക്കുന്നത് ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഈ കണ്ടീഷനോടെ സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കുക. എന്ത് <1 വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാം. ദറ്റ്സ് ഓൾ. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു എന്താണെന്ന് -1 ആരെ പുറത്തെടുക്കേണ്ടത്? സെറ്റിനെ പുറത്തെടുക്കുക അല്ലേ. അപ്പോൾ സെറ്റിനെ പുറത്തെടുത്താൽ 1 - 1/z കറക്റ്റ് അല്ലേ. അപ്പോൾ 1/z <1 ആണ്, കറക്റ്റാണ്. പ്ലസ് ഇനി സെക്കൻഡ് സ്പോട്ടിലോ ഇവിടെ നിങ്ങൾ സെറ്റിനെ പുറത്തെടുത്തിട്ട് കാര്യമില്ല, നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ കൺഫ്യൂഷനായിട്ടോ അല്ല, നിങ്ങൾ റാൻഡായിട്ട് എടുത്തിട്ടോ കാണാതെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. റാൻഡായിട്ട് എടുത്താൽ തെറ്റിപ്പോകുന്നത്, അങ്ങോട്ട് കൊണ്ട് മാറിയാൽ ഇപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ എത്തിച്ചാൽ ഒരു 3 മാർക്ക് മാക്സിമം കിട്ടുള്ളൂ നിങ്ങൾക്ക്. ബാക്കി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് 7 മാർക്കും തികച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പാൻഷൻ കറക്റ്റായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇത്ര നോക്കിയാൽ മതി, വളരെ സിമ്പിളാണിത്. ഇത് നോക്കിയിട്ട് കൺഫേം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റിനല്ല പുറത്തെടുക്കേണ്ടത്. എന്തുകൊണ്ടാണ്? സെറ്റിനെ പുറത്തെടുത്തുള്ള പ്രശ്നം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇവിടെ നമ്മൾ സെറ്റിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 - 2/z എന്ന് വരും. 2/z <1 അല്ല വരുന്നത്, ഇറ്റ് ഈസ് <2. അങ്ങനെ വന്നാൽ ആ എക്സ്പാൻഷൻ വാലിഡ് ആവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്തെടുക്കേണ്ടത് ആരാണ്? കോൺസ്റ്റൻറ്റിനെയാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആദ്യം വരുത്തുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനൊരു മൈനസ് കൊടുത്തു, ബ്രാക്കറ്റിൽ 2 - z എന്നാക്കി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് -1/z × 1 - 1/z പ്ലസ് ഇൻറ്റു മൈനസ് 1/. ഇവിടെ നമുക്ക് 2നെ പുറത്തേക്ക് എടുക്കാം. 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? കോൺസ്റ്റൻറ്റ് പുറത്തെടുത്താൽ 1, അവിടെ 1 വരും അല്ലേ. ഇതിനെ 1 വരുത്തുക എന്നുള്ള നമുക്ക് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു ജോലിയാണ്. -z/2 എന്ന് വരും. കുഴപ്പമില്ല. ഇപ്പോൾ നോക്ക്, 1/z ആണ് ഇവിടെ വരുന്നത് Z/2 ആണ്. കണ്ടോ, രണ്ടും <1 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, 1/z <1 ആണ്. Z എന്ന് വായിച്ചാൽ മതി മോഡ് സെറ്റിനെ. 1/z <1 ആണ്. അതേപോലെ Z/2 <1. മോഡ് സെറ്റ് എന്നുള്ളത് Z എന്ന് വായിച്ചാൽ മതി കേട്ടോ. Z/2 <1 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇത് നോക്കിയെടുക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ദാറ്റ് ഈസ് -1/z ഒന്നും ചെയ്യണ്ട. 1 - 1/z all raised to -1 minus 1/2 into 1 - z/2 all raised to -1 expansion. That is -1/z into bracket 1 plus 1/z plus 1/z whole square plus 1/z whole cube plus etc. Then minus 1/2 into 1 plus
z/2 പ്ലസ് z/2 ഹോൾ സ്ക്വയർ പ്ലസ് z/2 ഹോൾ ക്യൂബ് പ്ലസ് എറ്റ്സെട്ര. ഓക്കെ, ദാറ്റ് ഈക്വൽസ് -1/z into 1 plus 1/z plus 1/z square plus 1/z cube plus etc. -1/2 into 1 plus z/2 plus z square by 2 square or 4 അങ്ങനെ ഇതായാലും മതി, പ്ലസ് z cube by 2 cube പ്ലസ് എറ്റ്സെട്ര. ഇനി ഇങ്ങനെ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലും നോ പ്രോബ്ലം, ആക്കണമെന്നില്ല. ഇതാണ് ഈ കേസ് അനുസരിച്ച് നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വരുന്നത്. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഒരിക്കലും ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്. സിമ്പിളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടെ അത് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കാണാം, റീപ്ലൈ ചെയ്യാം കേട്ടോ, എന്നാലും ക്ലിയർ ആവും. ഇത് വളരെ എളുപ്പമാണത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എസ്പെഷ്യലി ആ ബുദ്ധിമുട്ട് തോന്നൽ ഇങ്ങനത്തെ കേസ് വരുമ്പോഴാണ്, കണ്ടോ, ലെസ് ദാനും ഗ്രേറ്റർ ദാനും അറ്റ് എ ടൈം വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ കണ്ടീഷൻ അവിടെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഒന്നുകിൽ സെറ്റിനെ പുറത്തെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കേണ്ടി വരും. അത് ആരെയാണ് കൃത്യമായിട്ട് എന്നുള്ളത് ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാവും, കൺഫ്യൂഷൻ ആയാൽ. ഓക്കെ.